അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ഡെസ്ക് കാൽക്കുലേറ്റർ ഇൻ പൈത്തൺ. അപ്പോൾ ഡെസ്ക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ അകത്ത് നമ്മളെ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇത്ര ആയിരിക്കും ബേസിക് ആയിട്ട് അവർ പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്ര ഓപ്പറേഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെയ്യാൻ വേണ്ട 2 ഇൻപുട്സ് വേണം. അതായത് 2 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻസ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ഇനി നമ്മളുടെ റിക്വയർമെൻറ്റ് ഏതാണ്, ഇപ്പോൾ അഡീഷൻ നടത്തണോ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണോ, ഓപ്ഷൻ ഏതാ വേണ്ടതെന്ന് ചോദിക്കുക. ഈ യൂസർ കൊടുക്കുന്ന ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ച്, ഇപ്പോൾ അഡീഷൻ ആണ് ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ ആഡ് ചെയ്യുക, സം കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ യൂസർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുക. ഇനി മോഡുലസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കും മോഡ് ഉപയോഗിച്ച്, എന്നിട്ട് ആ റിമൈൻഡർ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റ് എന്ത് വേണം, നമുക്ക് ഏത് 2 നമ്പേഴ്സിലാണോ നമ്മളുടെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്, അല്ലെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്, ആ 2 നമ്പേഴ്സിനെ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. എൻ്റെ ദ ഫസ്റ്റ് നമ്പർ, എൻ്റെ ദ സെക്കൻഡ് നമ്പർ. ഇൻപുട്ട് ഫംഗ്ഷൻ ആദ്യം എന്ത് ഉപയോഗിച്ചു, റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതി കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി റീഡ് ചെയ്ത ഇൻപുട്ട് എന്തായിരിക്കും, സ്ട്രിങ് ഫോമാറ്റിലായിരിക്കും. അതിന് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയാണ് ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു, ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, നം1ലേക്ക് സ്റ്റോർ ചെയ്തു. സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തു, ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, നം2 എന്ന വേരിയബിളിലേക്ക് സേവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഒരു മെനു ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക യൂസേഴ്സിന്. അതിലെന്തൊക്കെയാണ് ഉള്ളത്, പ്രിൻറ്റ്, സെലക്ട്, ഓപ്പറേഷൻ. ഇതെല്ലാം പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ നേരെ ലൈൻ ബൈ ലൈൻ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഫസ്റ്റ് എന്താണ്, സെലക്ട് ഓപ്പറേഷൻ എന്ന് എഴുതി കാണിച്ചു. അതിൻ്റെ താഴേക്ക് 1 ആണെങ്കിൽ അഡീഷൻ, ഓപ്പറേഷൻ പ്ലസ്, 2 സബ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ, 5 മോഡുലസ്. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റൺ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ആദ്യം 2 നമ്പർ ചോദിച്ചു, എന്നിട്ട് ഈ ലിസ്റ്റും എഴുതി കാണിച്ചു. നെക്സ്റ്റ് യൂസറിനോട് ചോദിക്കുകയാണ് ആൾക്ക് ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. സോ ടേക്ക് യൂസേഴ്സ് ചോയ്സ്. അപ്പോൾ എന്താ, ആളൊന്നുകിൽ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാം. 1, 2, 3, 4, 5 ഏത് ഓപ്പറേഷനാണ് ആൾക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആളോട് ചോയ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സോ എൻ്റർ ചോയ്സ് 1, 2, 3, 4, 5. ഇത് എഴുതി കാണിക്കാമെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ട, റീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത ചോയ്സ് റീഡ് ചെയ്യണം. ചോയ്സിൽ അയാൾ എന്തൊക്കെ വാല്യൂസ് ആൾക്ക് കൊടുക്കാം എന്ന് ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെസ്സേജിൽ എന്ത് കൊടുത്തേക്കുന്നത്, എൻ്റർ ദ ചോയ്സ് ഫ്രം 1 to 5. നമുക്ക് ഇവിടെ 5 ഓപ്പറേഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അയാളോട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അത് ആൾ കൊടുക്കുന്നു, അത് റീഡ് ചെയ്യുന്നു ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചു. എന്നിട്ട് ആ റീഡ് ചെയ്ത ഇൻപുട്ട് നമ്മൾ ഏത് വേരിയബിൾ സ്റ്റോർ ചെയ്തു, ചോയ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക്. ഇറ്റ്സ് എ സ്ട്രിങ് വേരിയബിൾ. അപ്പോൾ റീഡ് ചെയ്യുന്ന ചോയ്സ് ഒരു സ്ട്രിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് ഈ ചോയ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സേവ് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ 5 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇഫ് ചോയ്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുവാണ്, ഓപ്പറേഷൻ അഡീഷനാണ്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈഫ് എൽസ് ഇഫ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫസ്റ്റ് ഒരു ഈഫ് ഉണ്ട്, പിന്നെ ഇവിടെ എൽസ് ഇഫ് നോക്കിയാൽ 1, 2, 3, 4 4 എൽസ് ഇഫ് കാണാം. ഏറ്റവും ലാസ്റ്റ് എന്തുണ്ട്, ഒരു എൽസും ഉണ്ട്. അപ്പോൾ ഒരു ഈഫിനും ഒരു എൽസ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര കണ്ടീഷൻസ് എക്സ്ട്രാ ആഡ് ചെയ്യണോ അത്രയും എൽസ് ഇഫ് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ELIF ELIF എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ പല കേസുകൾ കൊടുക്കേണ്ടി വരും. 2 കേസിൽ നിർത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഈഫ് ഉപയോഗിച്ചു. ഇഫ് ചോയ്സ് ഈക്വൽ ടു 1. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ യൂസർ കൊടുത്തത് 1 എന്ന് പറഞ്ഞ സ്ട്രിങ് ആണെന്ന് കരുതുക. എന്നുവെച്ചാൽ 1 എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ആൾ കൊടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ചോയ്സിൽ എന്തുണ്ട്, 1 ഉണ്ട്. സോ ഇഫ് ചോയ്സ് ഈക്വൽ ടു ഇത് കണ്ടല്ലോ, കോട്ട്സിനുള്ളിലാണ് 1 എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ് കമ്പാരിസൺ നടത്തുന്നത്. ഇതിലൊരു സ്ട്രിങ് ആണ് ഓൾറെഡി ഉള്ളത്, അതും ഈ 1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങും ഈക്വൽ ആണോ എന്ന് നോക്കി. എന്നുവെച്ചാൽ രണ്ടിലും 1 തന്നെ ആണോ എന്ന് നോക്കി. ആണെങ്കിൽ ആളുടെ ഉദ്ദേശം എന്തായിരിക്കും, അഡീഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടേണ്ടത്, സം കിട്ടണം. അപ്പോൾ സം പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. സോ പ്രിൻറ്റ് ബ്രാക്കറ്റിനുള്ളിൽ എന്തെഴുതി, റിസൾട്ട് എന്നൊരു സ്ട്രിങ്. അതങ്ങനെ ആ ഡബിൾ കോട്ട്സിനുള്ളിൽ അങ്ങനെ എഴുതി കാണിക്കും. റിസൾട്ട് എന്ന് നമുക്ക് എഴുതി കാണിക്കാൻ വേണ്ടി. ഈ റിസൾട്ടിൽ എന്ത് വാല്യൂ വരണം, അതാണ് ഈ കോമ ആയിട്ട് കൊടുത്തേക്കുന്നത്. കോമ കഴിഞ്ഞ് നം1 പ്ലസ് നം2. നമ്പർ 1 നമ്പർ 2 എടുത്തിട്ട് കൂട്ടിയിട്ട് വാല്യൂ അവിടെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് കഴിഞ്ഞു. ഇതേപോലെ ബാക്കി 4 എണ്ണത്തിനും കേസുകൾ വരും. സെക്കൻഡ് കേസ് എന്താണ്, സബ്ട്രാക്ഷൻ. അപ്പോൾ ആ കേസിൽ ആളുടെ ചോയ്സ് എന്തായിരിക്കും, 2 ആയിരിക്കും. സോ ഇഫ് ചോയ്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ
ഈ ചോയ്സ് കഴിഞ്ഞ് സിംഗിൾ ഈക്വൽ ടു അല്ല ഡബിൾ ഈക്വൽ ടു ആണ്. സിംഗിൾ ഈക്വൽ ടു ആണ് നമ്മൾ അസൈൻമെൻ്റ് ആണ് അവിടെ ചെയ്യുന്നത്. ഡബിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് ഒന്നാണോ എന്ന് കമ്പയർ ചെയ്യുക. ഇനി കമ്പാരിസൻ്റെ കേസിലും ഈ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്ട്രിങ് വേരിയബിൾ അല്ലേ. അപ്പോൾ സ്ട്രിങ് ആയിരിക്കുമ്പോൾ സ്ട്രിങ് വേറൊരു സ്ട്രിങ്ങുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോട്ട്സിനുള്ളിൽ കൊടുക്കണം. അതുകൊണ്ടാണ് സിംഗിൾ കോട്ട്സിനുള്ളിൽ 1ഉം 2ഉം ഒക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കേസിൽ ചോയ്സിലെടുത്ത വാല്യൂ എടുത്തു 2 ആയിട്ട് ഈക്വലൻ്റ് ആണോ നോക്കി. 2 ആണെങ്കിൽ ഓപ്പറേഷൻ എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ പ്രിൻറ്റ് ദ റിസൾട്ട് ഈസ് num1 മൈനസ് num2. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഇത്രയും പോർഷൻ അത് അങ്ങനെ തന്നെ എഴുതി കാണിക്കും. പിന്നെ നെക്സ്റ്റ് എന്ത് കാണിക്കുക? num1 മൈനസ് num2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ആ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ 2 കേസ് കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ഉപയോഗിച്ചു? എഗെയിൻ നമ്മൾ എൽഇഫ് യൂസ് ചെയ്യാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വീണ്ടും കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് എത്ര എൽസിഫ് വേണമെങ്കിലും ആഡപ്പ് ചെയ്ത് പോവാം. സോ എൽഇഫ് ചോയ്സ് ഈക്വൽ ടു 3 ആണോ നോക്കി. 3 ആണെങ്കിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ പ്രിൻറ്റ് റിസൾട്ട് ഈസ് num1 സ്റ്റാർ num2. ഇവിടെ എന്ത് ചെയ്യും? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇനി എല്ലാത്തിൻ്റെ കേസിലും ശ്രദ്ധിക്കേണ്ടത് ഈഫിൻ്റെ എൻഡിൽ എൽസിഫിൻ്റെ എൻഡിൽ എല്ലാത്തിൻ്റെ എൻഡിൽ എന്തുണ്ട്? കോളൻ സിമ്പിൾ മറക്കാണ്ട് ഇട്ടണം. അപ്പോൾ 3 കേസ് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ വരെ കഴിഞ്ഞു. നെക്സ്റ്റ് 4ാമത്തെ കേസ് ഡിവിഷൻ. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. എന്ന് പറഞ്ഞാൽ താഴെ 0 വരുന്നത് ഡിഫൈൻഡ് അല്ല. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ്? നമ്പർ 2 എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത 2 കേസുകളിലൊരു വ്യത്യാസമുള്ളത്. എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 4. ഫോർത്ത് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷനാണ്. ഡിവിഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നേരെ നമ്മൾ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യല്ല. അതിന് മുന്നേ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്? ഈഫ് നമ്പർ 2 നോട്ട് ഈക്വൽ ടു 0. വീണ്ടും നമ്മളൊരു ഈഫും എൽസും ഈ എൽസിഫിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഡിവിഷൻ ആണെങ്കിൽ ഇത് നോക്കിയിട്ട് മാത്രം നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? 5ഉം 0 ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്ക് 5 ഡിവൈഡ് ബൈ 0 ചെയ്യാൻ പറ്റില്ല അല്ലേ. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ നമ്പർ 2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുക. ഇത് നോട്ട് എന്ന് പറഞ്ഞ സിമ്പിളാണ്. അപ്പം നമ്പർ 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് 5ഉം 3ഉം ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ 3 ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിനുള്ളിൽ കയറി ഈ കണ്ടീഷൻ ട്രൂ ആയി. പ്രിൻറ്റ് ദ റിസൾട്ട് ഈസ് num1 ഡിവൈഡ് ബൈ num2. അവിടെ 5 ഡിവൈഡ് ബൈ 3യുടെ വാല്യൂ എന്താണോ അത് കണ്ടുപിടിച്ച് തരും. ഇനി അല്ല, നമ്മൾ 5ഉം 0 ആണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ num2 നോട്ട് ഈക്വൽ ടു 0 ആണോ? അല്ല, നമ്പർ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈഫിൽ പോകാൻ പറ്റില്ല. എവിടെ വരും? എൽസിൽ വരും. എൽസിൽ എന്നിട്ട് എന്ത് എഴുതി കാണിക്കും? പ്രിൻറ്റ് എറർ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ എറർ മെസ്സേജ് കാണിച്ചു തരും. രണ്ടാമത്തെ നമ്പർ 0 ആണെങ്കിൽ, അതായത് ഡിവിഡൻ ബൈ ഡിവൈസർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിവിഷൻ പറ്റില്ല എന്നുള്ളത് മെസ്സേജ് എഴുതി കാണിച്ചു തരും. അപ്പോൾ ഈ ചോയ്സ് 4ൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അഡീഷണലായിട്ട് എന്ത് വന്നു? ഒരു ഈഫും വന്നു, ഒരു എൽസും വന്നു. ഇനി ഈഫും എൽസും കിടക്കുന്നത് കണ്ടോ? ഒരേ ലെവലിലായിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ പല പ്രോഗ്രാമിൽ പറഞ്ഞതാണ് ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത്. പൈത്തണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എൽഎഫിൽ നിന്ന് ഒരേ നമ്പർ ഓഫ് സ്പേസസിലായിരിക്കണം ഈ ഈഫും എൽസും കിടക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ ഈഫിൻ്റെ എൽസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ 4 സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെയും 4 സ്പേസ് കഴിഞ്ഞായിരിക്കണം ഈ എൽസ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് ഈഫിൻ്റെയും എൽസിൻ്റെ എൻഡിലും എന്തുണ്ട്? കോളൻ സിമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ശ്രദ്ധിക്കുക. ഇനി ഇതിനുള്ളിൽ കൊടുത്തിരുന്ന 2 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതും ഒരേപോലെ അലൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടുന്ന് 4 സ്പേസസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എൽസിൻ്റെ ഇവിടുന്നും 4 സ്പേസ് എടുക്കുക. അപ്പോൾ ഈ കേസ് 4 പറഞ്ഞ പോലെ തന്നെ സിമിലർ ആണെന്ത്? കേസ് 5. കേസ് 5ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ഡിവിഷൻ്റെ കേസ് വരുന്നുണ്ട്. അപ്പോൾ ഡിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഈഫ് എൽസ് പോലെ തന്നെ ഒരു കേസ് കണ്ടീഷൻ ഇതിനുള്ളിലും ആഡ് ചെയ്യണം. സോ ഈഫ് ലാസ്റ്റ് കേസ് ചോയ്സ് ഈക്വൽ ടു 5. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓപ്പറേറ്റർ. ഈ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ കയറി നമുക്ക് മോഡുലസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് നമ്പർ നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കണം. അപ്പോൾ മോഡുലസ് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്തിട്ടാണ് റിമൈൻഡർ എടുക്കേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്പർ 2 നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രിൻറ്റ് ദ റിസൾട്ട് ഈസ് num1 മോഡ് num2. ഇനി അല്ല, 5ഉം 0 ആയിരുന്നെങ്കിലോ 5 മോഡ് 0 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയി, എൽസിൽ വന്നു, പ്രിൻറ്റ് എന്ന് എഴുതി കാണിക്കും മോഡുലസ് ബൈ 0 ഈസ് നോട്ട് അലൗഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമ്മളുടെ കേസുകളെല്ലാം കഴിഞ്ഞു. 1 2 3 4 5 വരെ എത്തി. ഇനി യൂസർ എൻട്രി ചെയ്യുന്നത് ഈ 5ഉം അല്ല, 1 2 3 4 5 അല്ല, 6 എന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനാണ് നമ്മളുടെ എൽസ് കേസ്. എൽസിനുള്ളിൽ എന്ത് പറഞ്ഞു? പ്രിൻറ്റ്
ഇൻവാലിഡ് ചോയ്സ് പ്ലീസ് സെലക്ട് വാലിഡ് ഓപ്പറേഷൻ. ഇപ്പോൾ 6 എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ വാലിഡ് അല്ല, 1 to 5 ആണ് വാലിഡ്. അതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കൊരു മെസ്സേജ് കാണിച്ചു കൊടുത്തു. ഇത്രയാണ് മെനു ഡ്രിവൺ ഡെസ്ക് കാൽക്കുലേറ്റർ. നമുക്ക് റൺ ചെയ്ത് ഓരോ കേസുകൾ നോക്കാം. സോ എൻ്റെ ഫസ്റ്റ് നമ്പർ 2335 ഉണ്ടോ. സെലക്ട് ദ ഓപ്പറേഷൻ എല്ലാം എഴുതി കാണിച്ചു. നമ്മൾ നേരത്തെ കാണിച്ച ഇപ്പോൾ ഒരു പോർഷൻ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെലക്ട് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഉണ്ടല്ലോ. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് കാണിക്കും? എൻ്റെ ദ ചോയ്സ് പറഞ്ഞ് ഇതെല്ലാം ഈ ഒരു മെസ്സേജ് എഴുതി കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസർ ചോയ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി. ആഡ് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്യണോ, മൾട്ടിപ്ലൈ ചെയ്യണോ, ഡിവിഷൻ. അപ്പോൾ 1 2 3 4 5 എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രോംപ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞ വാല്യൂ, ഇതിലേക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ റീഡിങ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു. 1 കൊടുത്തതിൻ്റെ മീനിങ് എന്താണ്? അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കേസിൽ പോയിട്ട് ഈ num1 + num2 അത് പ്രിൻറ്റ് ചെയ്ത് തരും. സോ റിസൾട്ട് ഈക്വൽ ടു 58. രണ്ടും കൂടെ കൂട്ടുക, 5 + 3 2 + 3 58 കിട്ടി. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് വീണ്ടും ഇതേ ഓപ്ഷൻസ് കാണിച്ചു തന്നു. എൻ്റെ അത് ചോയ്സ്. ഇപ്രാവശ്യം നമുക്ക് ഓപ്ഷൻ 2 കൊടുക്കാം. 2 മീൻസ് ദാറ്റ് ഈസ് സബ്ട്രാക്ഷൻ. അപ്പോൾ എന്ത് കിട്ടി? 26 - 12 ചെയ്തു, റിസൾട്ട് കിട്ടി. നമ്മൾ എവിടെ നിന്നാണ് കിട്ടുക? ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ചോയ്സ് ഈക്വൽ ടു 2 ആയതുകൊണ്ട്. ഇനി ഒന്നും കൂടി റൺ ചെയ്യാം. ഈ കേസിൽ നമുക്ക് ചോയ്സ് 3 കൊടുക്കാം. 3 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 23 × 10 ചെയ്തു, 230 കിട്ടി, റിസൾട്ട് കാണിച്ചു തന്നു. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൽസ് ഇഫ് ചോയ്സ് ഈക്വൽ ടു 3യിൽ നിന്ന്. ഈ ഡിവിഷൻ നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. 60 and 15. ചോയ്സ് നമ്മൾ 4 കൊടുത്തു. 4 ഡിവിഷൻ എന്ത് കിട്ടി? 60 / 15 ചെയ്തു, 4 കിട്ടി. ഇപ്പോൾ ചോയ്സ് 4ൽ എത്തിക്കഴിഞ്ഞാൽ num2 നോട്ട് ഈക്വൽ ടു 0 ആണ്. നമ്പർ 2 എത്രയാണ്? 15 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 60 / 15 ചെയ്തു, റിസൾട്ട് പ്രിൻറ്റ് ചെയ്തു. ഇനി ഡിവിഷൻ തന്നെ നമുക്ക് സെക്കൻഡ് നമ്പർ 0 കൊടുത്തിട്ട് നോക്കാം. ഓപ്പറേഷൻ ഡിവിഷൻ തന്നെ ചൂസ് ചെയ്തു. ഇത് കാണിച്ചു എറർ ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ ഈ കേസിൽ വന്ന് നമ്പർ 2 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കുമ്പോൾ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഫെയിലായി. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലേ ചെയ്യുള്ളൂ. അപ്പോൾ ഈക്വൽ ടു 0 ആയതെന്ന് തോന്നുന്നു എൽസിൽ വന്നു ഈ ഒരു എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. നമുക്ക് ലാസ്റ്റ് കേസ് ദാറ്റ് ഈസ് മോഡുലസ്. ഫസ്റ്റ് നമ്പർ 17, സെക്കൻഡ് നമ്പർ ഈസ് 2. ഇനി നമ്മുടെ ഓപ്പറേഷൻ മോഡുലസ് ആയതുകൊണ്ട് 5 കൊടുത്തു. എന്ത് കിട്ടി? 15 mod 2. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് കിട്ടും? 7 × 2 14 ആണ്. റിമൈൻഡർ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 15 - 14 = 1. മോഡുലസിന് നമ്മൾ ഒരു കേസ് കൂടെ ചെക്ക് ചെയ്യുക. സെക്കൻഡ് നമ്പർ 0 ആവുന്ന കേസ്. 0 ആകുമ്പോൾ എന്തായി? മോഡുലസ് ഓപ്പറേഷൻ ചൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നു ഇതിനുള്ളിൽ ഇവിടെ വന്ന് ഇഫ് num2 നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കുമ്പോൾ അല്ല, 0 ആണ്. അപ്പോൾ അങ്ങോട്ട് പോയി എൽസിലെത്തി ഈ എറർ പ്രിൻറ്റ് ചെയ്തു. മോഡുലസ് ബൈ 0 ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ 5 കേസുകൾ 1 2 3 4 5 നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു കേസും കൂടി ഉണ്ട്. ഇപ്പോൾ 9 എന്ന് പറഞ്ഞൊരു ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ ഈഫ് മുതൽ എൽസ് ഇഫ് ഒന്നിലും അത് ഈക്വൽ ആവില്ല. അവസാനം എവിടെ എത്തും? എൽസിലെത്തും. എൽസിലെത്തുമ്പം ഈ ഒരു പ്രിൻ്റ് വർക്ക് ചെയ്യും. സോ ഇൻവാലിഡ് ചോയ്സ് പ്ലീസ് സെലക്ട് എ വാലിഡ് ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് മെനു ഡ്രിവൺ ഡെസ്ക് കാൽക്കുലേറ്റർ. ബേസിക് ആയിട്ടുള്ള 5 അരിത്മെറ്റിക് ഓപ്പറേഷൻസും കൂടിയുള്ള ഡെസ്ക് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്.